ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമുക്കൊരു റിസപ്ഷൻ ഉണ്ട്. സോ ഗെറ്റ് റെഡി വിത്ത് മീ. നമ്മൾ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പം ഞാനിത് മെറ്റീരിയൽ എടുത്തിട്ട് തയ്ച്ചതാണ്. ഫുൾ ലെങ്ത് വരുന്ന ഒരു ഗൗണാണ് കേട്ടോ. ഞാൻ തയ്പ്പിച്ചതാണ്. ഫസ്റ്റ് തന്നെ ഞാനൊരു സ്റ്റഡ് ഇട്ട് കൊടുത്തു. ശരിക്കും ഇതിൻ്റെ കളർ ഇതല്ല കേട്ടോ, നല്ല കളറാണ്. പുറകിൽ നീല ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ക്യാമറയിൽ നമുക്ക് ഒരുമാതിരി പോലെ തോന്നുന്നതാണ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റം സൺസ്ക്രീൻ. വൈകിട്ടാണ്, എന്നാലും കുഴപ്പമില്ല, കുറച്ച് സൺസ്ക്രീൻ ഇരിക്കട്ടെ. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ട്, വാസ്ലിൻ്റെ ഗ്ലൂട്ട ഹെയർ സൺസ്ക്രീനാണ് കേട്ടോ, അടിപൊളി സൺസ്ക്രീനാണ്. അങ്ങനെ സൺസ്ക്രീനൊക്കെ ഇട്ടു. പിന്നെ ആ സൺസ്ക്രീനിൻ്റെ ഒരു ഓയിൽനെസ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പോയി മുടിയൊക്കെ കെട്ടിയിട്ട് വന്ന് കേട്ടോ. എന്നിട്ട് ഇത് ലിപ്സ്റ്റിക് പാലറ്റാണ്. അപ്പം ഇത് നമുക്ക് 3 in 1 ആയിട്ട് യൂസ് ചെയ്യാം. ബ്ലഷായിട്ടും ഐ ഷാഡോ ആയിട്ടും ലിപ്സ്റ്റിക് ആയിട്ടും യൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ആ ബ്രഷ് കൊണ്ടെടുത്തിട്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തു ബ്ലഷ്. ഫസ്റ്റ് ഞാൻ ബ്ലഷ് ഇട്ടു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പുറത്ത് നമ്മുടെ ബെഡ്ഷീറ്റ് വെക്കുന്ന ബംഗാളി വന്ന്, അങ്ങനെ ബംഗാളിയും വല്യാപ്പായും തമ്മിലുള്ള സംസാരം കേട്ടിട്ട് ഞാൻ ചിരിക്കുകയാണ്. അങ്ങനെ ബ്ലഷ് ഇട്ടു, ഐ ഷാഡോ ഇട്ടു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു. എനിക്കൊരു ബ്രൗൺ ഷെയ്ഡാണ് ചേരുന്നത് എൻ്റെ സ്കിൻ ടോണിന്. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. ക്യാമറയിൽ തോന്നാത്തതാണ് കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഐലൈനർ എഴുതിയാൽ നമ്മുടെ ലുക്ക് തന്നെ മാറും. അങ്ങനെ ഐലൈനറൊക്കെ എഴുതി. ഞാനിവിടെ സംസാരിക്കുന്നത് ഉമ്മയും ആറലുമ്മച്ചിയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുകയാണ്. ഐലൈനറൊക്കെ എഴുതിയതിന് ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കപ്പ്. കൂടുതൽ ഒന്നും ചെയ്യാറില്ല, സ്കിൻ കെയർ മാത്രമേ ചെയ്യാറുള്ളൂ. അതിന് ശേഷം ഞാൻ ഷാള് ഇട്ടു. ഷാള് ഞാൻ 2 സൈഡിലോട്ട് ഇങ്ങനെ എടുത്തിടുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് വലിയ ഷാളാണ്. അപ്പം ഞാൻ കുറച്ച് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ഞാൻ ഷോളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ